കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ച ജെഡിഎസിനെതിരെ സിപിഐ. ജെഡിഎസിന്റെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റുകൾ നൽകിയിട്ടും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം ശരിയല്ലെന്ന് സിപിഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ടി.വി. ബാലൻ പറഞ്ഞു. ജില്ലയിൽ ജെഡിഎസിന് എത്ര സ്വാധീനമുണ്ടെന്ന് അവർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജെഡിഎസ് റിപ്പോർട്ട് കാണും. കോഴിക്കോട് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും തനിച്ച് മത്സരിക്കാനുള്ള ജെഡിഎസിന്റെ തീരുമാനം സമ്മർദ്ദതന്ത്രമായിട്ടാണ് സിപിഐ കണക്കുകൂട്ടുന്നത്. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തു തന്നെ കാരണമുണ്ടായാലും ഇത്തരത്തിലൊരു നടപടി ജെഡിഎസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അംഗീകരിക്കാനാവില്ലെന്നും സിപിഐ കോഴിക്കോട് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നു. LJD ഇടതുമുന്നണിയിലേക്ക് എത്തിയതോടെ അർഹമായ പരിഗണന സീറ്റ് വിഭജനത്തിലുണ്ടായില്ലെന്നാരോപിച്ചാണ് JDS കോഴിക്കോട് തനിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഇത് ശരിയായ നടപടിയല്ലെന്നാണ് സിപിഐയുടെ നിലപാട്. അർഹമായ പരിഗണന മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും ലഭിച്ചിട്ടുണ്ടെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി ടി.വി. ബാലൻ പറഞ്ഞു. പാർട്ടിയുടെ സ്വാധീനത്തിനനുസരിച്ചുള്ള സീറ്റുകളെല്ലാം പ്രാദേശിക നിലവാരത്തിൽ നൽകിയിട്ടുണ്ട്. ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ പാർട്ടിയുടെയും സ്വാധീനത്തിനനുസരിച്ചുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ഉണ്ട്. ആ ഗ്രൗണ്ട് റിയാലിറ്റിക്കനുസരിച്ചുള്ള സീറ്റുകളെല്ലാം LJDക്ക് JDSന് നൽകിയിട്ടുണ്ട്. പടലപ്പിണക്കങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടിയിരുന്നത്. ഇനി അവർ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പല പാർട്ടികളിലും പല മുന്നണികളിലും ഒരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിന് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അതൊക്കെ സമവായത്തിലൂടെ ആ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയും ചർച്ചയ്ക്ക് സമയമുണ്ടെന്നും ഇടതുമുന്നണിക്കൊപ്പം JDS ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും ടി.വി. ബാലൻ പറഞ്ഞു. മീഡിയ 1 കോഴിക്കോട്.